ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അവിൽ കൊണ്ട് വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ 1 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെളുത്ത അവിലാണ്. ഇനി ബ്രൗൺ നിറത്തിലുള്ള അവിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അവിലൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 5 മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് കഴുകി എടുത്തിട്ടൊന്ന് ഊറ്റിയെടുക്കാം. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവിൽ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഈ വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാനിവിടെ പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇതൊന്ന് ഉടച്ചെടുത്ത് ഈ അവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമുക്ക് ഇനി വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ല പോലെ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല പോലെ അത് നനവുണ്ടാവും അവിൽ. അപ്പം നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിന് പകരം കോഴിമുട്ട കഴിക്കാത്തവരാണെങ്കിൽ, വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിന് പകരം കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താലും മതി കേട്ടോ. അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഓരോന്നും കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്